ആ നാണമില്ലേ അപ്പൂസേ, ആ കരുണന്റെ കാര്യസ്ഥൻ, അയാൾ മരിച്ചു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഇത്തിരി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടന്ന് നല്ലോണം നരകിച്ചു തന്നെയാണ് പോയത്. ഒരാൾ മരിച്ചു എന്ന് അറിയുമ്പോൾ അത് നരകിച്ചു ചത്തു എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. വാക്കിലും നോക്കിലും നിറഞ്ഞ സന്തോഷത്തോടെ അപ്പുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അയാൾ ചാവട്ടെ, എന്തിനാ ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ? അങ്ങേയറ്റം വെറുപ്പോടെ അപ്പുവും പറഞ്ഞു. അമ്മായിയെ കൂട്ടാൻ നമ്മൾ എന്നാ കാശിയിട്ടാ പോകുന്നേ? അവന്റെ തോളോട് ചേർന്ന് ആ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് അപ്പു ചോദിച്ചു. അടുത്ത ആഴ്ച പോകാം, ഒരാഴ്ച ലീവാക്കാം, നമുക്ക് അറക്കലും പോകേണ്ടതല്ലേ? അമ്മു ചേച്ചി ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു അവരും വരുന്നുണ്ടെന്ന്. അതുപോലെ അമ്മായിയെ കൂട്ടിയാണ് നമ്മൾ അറക്കൽ പോകുന്നതെന്ന്. ഇവിടെ വന്നവരെ കൂടാതെ അടുത്ത ബന്ധുക്കളിൽ എല്ലാവരും കൂടെ 10-20 പേരുണ്ടെന്ന്. എല്ലാവർക്കും എന്നെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു അത്രേ. പിന്നെ അറക്കലെ അച്ചമ്മ പറയാണ് എന്നെ കാണാൻ കൊതിയായെന്ന്. അപ്പു ആഹ്ലാദത്തോടെ കണ്ണും കൈയും കൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചു പറയുന്നത് അതിയായ സ്നേഹത്തോടെ കാശി നോക്കിയിരുന്നു. എൻ്റെ കുഞ്ഞു പാറുവിന് അവരെയൊക്കെ കാണാൻ കൊതിയായോ? അവളുടെ കൈവെള്ളയിൽ മുത്തിക്കൊണ്ട് കാശി തിരക്കി. അവരെയൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹമാണ് എൻ്റെ കാശിയേട്ടനും അമ്മായിക്കും ഒപ്പം അവിടെ കുറച്ച് ദിവസം താമസിക്കാനും. ഇപ്പോൾ അറക്കലെ അച്ചമ്മയും അമ്മായിയും ഭയങ്കര കൂട്ടാണ് എന്നാണ് ഐഷാൻറ്റി പറയുന്നത്. അപ്പു അവൻ്റെ കൈവെണ്ണയിൽ ചുറ്റിപ്പിടിച്ച് ചുമലിൽ മുഖം ചേർത്തിരുന്നു കൊണ്ട് പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ സ്റ്റിക്ക് ഊന്നി നിൽക്കാനും അതിൻ്റെ ബലത്തിൽ 4-5 ചുവടുകൾ വയ്ക്കാനും പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഞങ്ങൾ 2 മക്കളുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹേമ ചെയ്ത ദ്രോഹമൊന്നും പറയണ്ട എന്നാണ് സ്വാമി പറഞ്ഞത്. അത് ചിലപ്പോൾ അമ്മയുടെ മാനസിക നില തകർക്കുമെന്ന്. എൻ്റെയും മനുവിൻ്റെയും ഫോട്ടോ കാണിച്ചിട്ട് മക്കളാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ വല്ലാതെ കരഞ്ഞുവെന്ന്. നൊന്തുപെറ്റ മക്കളെ മറ്റൊരാൾ പറഞ്ഞു, അതും ഫോട്ടോ കാണിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തോരം വേദനിച്ചു കാണും അപ്പു. 2 ദിവസം ഞങ്ങളുടെ ഫോട്ടോയിൽ നോക്കി കണ്ണു നിറച്ച് ആരോടും മിണ്ടാതെ ഇരുന്നുവെന്ന്. നെഞ്ചിൽ ചേർന്നിരിക്കുന്നവളുടെ തലയിൽ തലോടിക്കൊണ്ട് നിറഞ്ഞ മിഴികളോടെ ഇടറുന്ന ശബ്ദത്തിൽ കാശി പറഞ്ഞു. ഇതൊന്നും അച്ചമ്മ എന്നോട് പറഞ്ഞില്ല കാശിയേട്ടാ. നന്നായി വരുന്നു, ഇപ്പോൾ മക്കളെ കണ്ടാൽ അരുന്ധതി തിരിച്ചറിയും മോളെ. ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങ് ചെല്ലട്ടെ? അച്ചമ്മയോട് മിണ്ടൂല. ഐഷുമ്മയോട് കുഞ്ഞൊരു പിണക്കത്തോടെ അപ്പു പറഞ്ഞു. എന്നോട് പറഞ്ഞത് അച്ചമ്മ അല്ല കേട്ടോ അപ്പൂസേ, അവളുടെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞേ? അപ്പു കണ്ണും മുഴിപ്പിച്ച് അവനെ നോക്കി. സാക്ഷാൽ അറക്കൽ അബൂബക്കർ. കാശി നാടകീയമായിട്ടങ്ങ് പറഞ്ഞു. അച്ചച്ചനെ പേര് വിളിക്കാൻ പാടുണ്ടോ കാശിയേട്ടാ? പെണ്ണ് അവൻ്റെ കയ്യിൽ ഒരു നുള്ളു വെച്ച് കൊടുത്തിട്ട് തിരക്കി. ഓ എടി, എനിക്ക് നൊന്തു കേട്ടോ അപ്പു, അവൻ കൈ തടവിക്കൊണ്ട് പറഞ്ഞു. നോവാൻ തന്നെയാ നുള്ളിയത്. ഇനി വയസ്സിന് മൂത്തവരെ പേര് വിളിക്കുവോ? അപ്പു കണ്ണുരുട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു. ആ ഹേമയെ പേര് വിളിക്കും. അതിന് എൻ്റെ കുഞ്ഞു പാറുവിന് സങ്കടം ഉണ്ടാവുമോ? കാശി അവളെ കളിയാക്കിക്കൊണ്ട് തിരക്കി. അതിനെയൊക്കെ എന്ത് വേണേലും വിളിച്ചോ. അമ്മായിയെ കൂട്ടാൻ പോകുമ്പോൾ മനുവേട്ടനെയും ചേച്ചിയെയും അങ്കിളിനെയും ഒക്കെ കൂട്ടണം കേട്ടോ കാശിയേട്ടാ. അവരും ഉണ്ടപ്പോ അമ്മയുടെ മുന്നിലേക്ക്. ഞങ്ങൾ 2 ആളും ഒരുമിച്ച് പോയി നിൽക്കണം. ആ മുഖത്ത് തെളിയുന്ന സന്തോഷം കാണണം. അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ നമുക്ക് ഈ വീട്ടിൽ ജീവിക്കണം. സ്വപ്നത്തിൽ എന്ന പോലെ കാശി പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കേട്ട് ആ സന്തോഷ ദിവസങ്ങൾക്ക് വേണ്ടി കാത്ത് അവൻ്റെ ചുമലിൽ മുഖം ചേർത്ത് വെച്ച് അപ്പുവും. കാശിക്കും അപ്പുവിനും ഒപ്പം മനുവും ഭാര്യയും കുഞ്ഞും അച്ഛനുമൊക്കെ ചേർന്ന് ഒരു കുടുംബം പോലെ തന്നെ മനുവിൻ്റെ കാറിലാണ് മലപ്പുറത്തേക്ക് തിരിച്ചതും. അമ്മയും ഫായിസും അമ്മയും അച്ഛനുമൊക്കെ ഇന്നലെ അറക്കൽ പോയിട്ടുണ്ട്. ഇന്ന് ഇവരൊക്കെ അവിടെ എത്തുമ്പോൾ രാത്രിയാകുന്നത് കാരണം ആശ്രമത്തിൽ പോകുന്നത് നാളെയാണ്. ഒരാഴ്ച നിൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നതും. അത് ഐഷുമ്മയുടെയും അബൂബക്കറിൻ്റെയും നിർബന്ധമായിരുന്നു. അമ്മയെ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയിൽ കാണുന്നതിൻ്റെ ത്രില്ലിലാണ് മക്കൾ 2 ആളുമെങ്കിലും അമ്മയ്ക്ക് ഞങ്ങളെ 2 ആളെയും തിരിച്ചറിവുള്ള സ്ഥിതിക്ക് നേരിൽ കാണുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമോ എന്ന പേടിയും അതേ അളവിലുണ്ട്. എന്ത് വന്നാലും ഇനി അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം എന്നതായിരുന്നു 2 ആളുടെയും ആഗ്രഹം. ഇനിയും ഒരുപാട് ദൂരമുണ്ടോ കാശിയേട്ടാ? അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണത്തോടെ അപ്പു തിരക്കി. അറക്കലെത്താൻ ഇനിയും 1 മണിക്കൂർ കൂടെ എങ്കിലും വേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേടാ? കാശി മനുവിനോടായി തിരക്കി. 1.5 മണിക്കൂർ കൂടെ എടുക്കുമേട്ടാ. അടുത്തിരിക്കുന്ന അനുവിൻ്റെ മടിയിൽ സുഖമായി ഉറങ്ങുന്ന കണ്ണൻ്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് മനു പറഞ്ഞു. അപ്പോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇത്തിരി ഉറങ്ങിക്കോ, അവിടെ എത്തുമ്പോൾ വിളിക്കാം. പിന്നിലേക്ക് നോക്കി അനു പറഞ്ഞു. ഉറക്കം വരുന്നില്ല ചേച്ചി, പക്ഷേ എന്തോ ഒരു ക്ഷീണം. അപ്പു അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മോൾക്ക് ശീലമില്ലല്ലോ. ഇത് ആദ്യമല്ലേ ഇത്രയും ദൂരം. ഇനി പതിയെ ശീലമാകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നു പോകാനുള്ളതല്ലേ. അവർക്കരികിൽ ഫോണും നോക്കിയിരുന്ന ശിവദാസൻ പറഞ്ഞു. അത് ശരിയാ, ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. അപ്പു ചെറുചിരിയോടെ പറഞ്ഞു. സംസാരിച്ചും ചിരിച്ചും കളിച്ചും അറക്കൽ തറവാട്ടിലെത്തുമ്പോൾ
രാത്രി 8 മണിയോടെ അടുപ്പിച്ചായിരുന്നു. ആ വലിയ തറവാട്ടിൻ്റെ ഉമ്മറത്ത് തന്നെയുള്ളവർ എല്ലാവരും അവർക്കായി കാത്തുനിന്നു. ആ വലിയ ഹാളിൽ ഇരിപ്പിടങ്ങളിൽ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി അബൂബക്കറും കുടുംബവും. അപ്പോഴൊക്കെയും അപ്പുവിൻ്റെ കണ്ണുകൾ താൻ ഇതുവരെ കാണാത്ത ബന്ധുക്കളുടെ മുഖത്തൂടെ ഓടി നടന്നു. മുഖമുയർത്താതെ കണ്ണ് മാത്രം ഉയർത്തിയുള്ള കള്ളനോട്ടം. അബൂബക്കറിൻ്റെയും ഐഷുമ്മയുടെയും സഹോദരങ്ങളും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി ആ തറവാട്ടിൽ അപ്പുവിനെ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവളെ ഇങ്ങോട്ട് കൂട്ടുന്നതിൽ എതിർപ്പ് പറഞ്ഞവർ പോലും ഇപ്പോൾ അവളെ നേരിട്ട് കണ്ടതോടെ ഒന്നും പറയാനില്ലാതെ നിന്നുപോയി. ഐഷുമ്മ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നവളെ, അവളുടെ ആ ഒരു വശം ചാഞ്ഞ് ഉള്ള ഇരിപ്പ്, തലചരിച്ചുള്ള വർത്തമാനം, ചില നേരത്തെ ചേഷ്ടകൾ ഒക്കെ അമീറിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് അതിൽ ചിലർക്കെങ്കിലും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അവരൊക്കെയും. എൻ്റെ ഉമ്മ, അവളെ ഒന്ന് വിട്, അവരൊക്കെ ചെന്ന് കുളിച്ചൊന്ന് ഫ്രഷായി വരട്ടെ. ചായ കൂടി കഴിഞ്ഞിട്ടും അപ്പുവിനെ വിടാതെ അടുത്ത് പിടിച്ചിരുത്തിയിരിക്കുന്ന ഐഷുമ്മയോട് അലീഷ പറഞ്ഞു. ഓ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അടുത്ത് കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. വല്യമ്മച്ചിയുടെ പൊന്നു ചെന്ന് കുളിക്കമ്മൂ. എല്ലാവർക്കും മുറിയൊക്കെ കാണിച്ചു കൊടുക്കൂ. മോളെ, അപ്പൂനും കാശിക്കും അമീറിൻ്റെ മുറിയാണ് കേട്ടോ അമ്മോ. അപ്പൂവിനെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ഐഷുമ്മ അമ്മയോട് പറഞ്ഞു. എന്തപ്പുവാ? ആ വാ, ഉമ്മ വെച്ചണ്ട. മനുവിൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങിയ കണ്ണൻ ഐഷുമ്മ അപ്പുവിനെ ഉമ്മ വയ്ക്കുന്നത് കണ്ട് സഹിക്കാതെ തത്തിപ്പൊത്തി ഓടി വന്നു. അടുത്തു നിന്ന് അപ്പുവിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചോടാ കുഞ്ഞാവ അപ്പുവാ, അച്ചോടാ കുഞ്ഞാവേ, അപ്പുവേ ഞങ്ങളുടെയും കൂടെയാണ്. കണ്ണനെ വാരിയെടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു. അല്ല, എന്തയാ, കാച്ചിൻ്റെയാ. അമ്മുവിൻ്റെ കവളിൽ പിടിച്ചു പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ചെറുക്കൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. യോ, വേണ്ടല്ലോ, അപ്പുവിൻ്റെ കണ്ണൻ കരയണ്ടാട്ടോ. അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് അവനെ വാങ്ങിച്ച് തോളിൽ കിടത്തി മുത്തിക്കൊണ്ട് അപ്പു പറയവേ അവളുടെ കഴുത്തിൽ കൈ ചുറ്റി മുഖം മുഴുവൻ ഉമ്മ വെച്ചുകൊണ്ട് വിജയി പോലെ ചിരിച്ചു ചെക്കൻ. കള്ളച്ചെക്കൻ. ഇപ്പോൾ അവൻ്റെ കരച്ചിൽ എവിടെ പോയി ചോദിച്ചുകൊണ്ട് അവൻ്റെ ഉണ്ട കവളിൽ ഒന്ന് കുത്തി അമ്മു. ഇനി നിന്ന് സമയം കളയണ്ട, എല്ലാവരും വായോ, റൂം കാണിച്ചു തരാം. ഫ്രഷായി വന്ന് ആഹാരം കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അമ്മു മുകളിലെ നിലയിലേക്കുള്ള പടികൾ കയറിക്കൊണ്ട് പറഞ്ഞു. ടെൻഷനൊന്നും വേണ്ട കേട്ടോ കാശേട്ടാ. അമ്മായിക്കിപ്പോൾ നിങ്ങളെ രണ്ടാളെയും അറിയാമല്ലോ. ആശ്രമത്തിലേക്ക് പോകാനിറങ്ങിയവൻ്റെ മുഖം മങ്ങിയിരിക്കുന്നത് കാണെ ബെഡിലിരിക്കുകയായിരുന്ന അവൻ്റെ മുഖം കൈകളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അങ്ങനെ തന്നെ ആവും എന്ന് അറിയാം അപ്പൂസേ. എങ്കിലും എന്തിനോ നെഞ്ചു കിടന്ന് പിടയുന്നത് പോലെ. അല്ലാതെ വലിയ ടെൻഷനൊന്നുമില്ല. ചെറുതായി കലങ്ങിയ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വിഷമിക്കേണ്ട, ഒന്നും അവിടെ ഉണ്ടാവില്ല. മക്കളെ കാണുമ്പോൾ അമ്മായിയുടെ കണ്ണൊന്നു നിറയും, അതും സന്തോഷം കൊണ്ട്. അപ്പോൾ രണ്ടു മക്കളും ഇരുവശവും നിന്നങ്ങ് ചേർത്ത് പിടിക്കണം. കാശിയുടെ മുഖത്താകെ ചുണ്ടമർത്തിക്കൊണ്ട് അപ്പു പറഞ്ഞു. എൻ്റെ അപ്പൂട്ടൻ കൂടെ ഉണ്ടല്ലോ, എത്ര വലിയ ടെൻഷൻ നീ കൂടെ ഉണ്ടെങ്കിൽ മാറിക്കൊള്ളും. അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ച് വശ്യമായൊരു ഭാവത്തിൽ കാശി പറഞ്ഞു. അപ്പു മാത്രം കണ്ടിട്ടുള്ളൊരു ഭാവം. അപ്പോ അപ്പൂസേ, കാശിയേട്ടൻ്റെ അപ്പൂട്ടനല്ലേ? അവൻ വിളിക്കുന്നതിനനുസരിച്ച് മൂളിയവളോട് കാശി തിരക്കി. ആണല്ലോ, ഈ കാശിയുടെ മാത്രം അപ്പൂട്ടനാണല്ലോ. കഴുത്തിലും ചെവിക്ക് പിന്നിലുമൊക്കെ ഇഴഞ്ഞമരുന്ന അവൻ്റെ ചുണ്ടുകളെ തടയാനാവാതെ അപ്പു മെല്ലെ പറഞ്ഞു. അമ്മയെ കാണുന്ന ആ നിമിഷം നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ അപ്പൂസേ. അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ നിൽക്കാതെ. പക്ഷേ അമ്മായിക്ക് എന്നെ അറിയുന്നുണ്ടാവില്ല അല്ലേ കാശിയേട്ടാ? അനുചേച്ചിയെയും അങ്കിളിനെയും കണ്ണനെയും ഒക്കെ അറിയും, അപ്പുവിനെ മാത്രം അറിയൂല. അവൻ്റെ നെഞ്ചിൽ കവൾ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പു ചോദിച്ചു. എൻ്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് അറിയില്ല എങ്കിൽ ഈ കൈ പിടിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറയും അമ്മയുടെ മൂത്ത മരുമകളാണെന്ന്. കാശി അവളുടെ ചുണ്ടിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് നാണം വരും. അവൻ്റെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ചൊരു നാണത്തോടെ അപ്പു പറഞ്ഞു. എവിടെ എവിടെ കാശിയേട്ടൻ നോക്കട്ടെ എൻ്റെ കുഞ്ഞുപെണ്ണിൻ്റെ നാണം ചോദിച്ചുകൊണ്ട് അവളുടെ കവളിൽ കൈ ചേർത്ത് ആ ചുണ്ടിലേക്ക് ചുണ്ടും നാവും ചേർത്ത് ആഴത്തിൽ നുണഞ്ഞെടുത്തു കാശി. അവൻ്റെ ടെൻഷൻ മാറ്റാൻ എന്നോണം തുടങ്ങിയ ചുംബനം ആശ്രമത്തിലേക്ക് ഇറങ്ങാൻ നേരമായെന്ന് പറഞ്ഞ് മനു വാതിൽ മുട്ടി വിളിക്കുവോളം തുടർന്നു. ആശ്രമത്തിൻ്റെ ഗേറ്റും കടന്ന് ആ മണൽ വിരിച്ച മുറ്റത്ത് കൊണ്ട് നിർത്തിയ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശിയുടെ ശരീരത്തിനൊപ്പം മനസ്സും വിറയാർന്നു. 3 മാസമുള്ളപ്പോൾ നഷ്ടമായ ആ അമ്മ ചൂടിലേക്ക് ചേരാൻ അവൻ്റെ മനസ്സ് അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആദ്യം നമുക്ക് സ്വാമിയുടെ അടുത്തേക്ക് പോവാം കേട്ടോ മക്കളെ, മനുവിനോടും കാശിയോടുമായി ഐഷുമ്മ പറഞ്ഞു. ഒരു മൂളലോടെ അവർക്ക് പിന്നാലെ സ്വാമിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു കാശിയും മനുവും കൂടെയുള്ളവരും. സ്വാമിയുടെ മുറിയിൽ അയാൾക്ക് മുന്നിൽ നിരത്തിയിട്ട കസേരകളിൽ ഇരിക്കുമ്പോൾ സ്വന്തം നെഞ്ചൊരുപ്പിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. അരുന്ധതിയെ കൂട്ടാൻ മക്കളും മരുമക്കളും പേരക്കുട്ടിയും ഒക്കെ ഉണ്ടല്ലോ, പുഞ്ചിരിയോടെ സ്വാമി തിരക്കി. ഓ സ്വാമി, കുട്ടികൾ ആകെ വിഷമിച്ചിരിപ്പാണ്. അരുന്ധതിയെ കണ്ട് അവൾ ഇവരെ ഒന്ന് ചേർത്ത് പിടിച്ചാലേ ആ വിഷമം മാറൂ. മനുവിനെയും കാശിയെയും അലിവോടെ നോക്കിക്കൊണ്ട് ഐഷുമ്മ പറഞ്ഞു.
അതിനെന്താ, നമുക്ക് പോയി കാണാം. ഇനി അതിന് താമസമൊന്നുമില്ല. വരൂ. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സ്വാമി പറഞ്ഞു. അരുന്ധതി. സ്വാമിയുടെ വിളി കേട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന അവർ തിരിഞ്ഞു നോക്കി. മക്കളെ കാണേണ്ടേ മോളെ നിനക്ക്? സ്വാമിയെ നോക്കി പുഞ്ചിരിക്കുന്നുവെങ്കിലും തനിക്ക് പിന്നിലേക്ക് ആ കണ്ണുകൾ നീളുന്നത് കാണെ സ്വാമിയുടെ കൂടെ നിന്ന് ഐഷുമ്മ തിരക്കി. അവർ ഒരു വിതുമ്പലോടെ ആ ചുവരിൽ ചാരി നിന്നുകൊണ്ട് മൂളി. മക്കളെ, ഇങ്ങ് പോന്നോട്ടോ. ഐഷുമ്മ പിന്നിലേക്ക് നോക്കി വിളിച്ചു. മനുവാണ് ആദ്യം മുന്നിലേക്ക് വന്നത്. മോനെ മനു. അരുന്ധതി അവന് നേരെ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചു. അമ്മ അറിഞ്ഞില്ലല്ലോ മോനെ. ഞാൻ നൊന്തുപെറ്റ കുഞ്ഞാണ് ആൻറ്റി എന്ന് വിളിച്ച് എനിക്ക് മുൻപിൽ ജീവിച്ചത് എന്ന് ഏട്ടനും പറഞ്ഞില്ല എന്നോട്. എപ്പോഴെങ്കിലും പറയാമായിരുന്നില്ലേ കുഞ്ഞേ? അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചു അവർ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പിണക്കത്തോടെ ശിവദാസനെ കൂടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് വയ്യായിക വന്നാലോ എന്ന് പേടിച്ച്. അതാണ് ഒന്നും പറയാതെ. മനുവിന് കരച്ചിൽ വന്നുപോയി. ശിവദാസനും സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് അവരെ നോക്കി നിന്നു. അവൻ, എൻ്റെ കാശിമോൻ, നിന്റെ ഏട്ടൻ വന്നില്ലേ മനു? അമ്മയെ അവന് കാണണ്ടേ? പിണക്കമാണോ അവന്? അമ്മ തീരെ അറിയാതെ കാണാതെ പോയത് എൻ്റെ കുഞ്ഞു കാശിയായിരുന്നില്ലേ? മനുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ചുവട് വെച്ച് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ നീർത്തുള്ളി നിറഞ്ഞ മിഴികളോടെ വാതുക്കലേക്ക് നോക്കി അടഞ്ഞ ശബ്ദത്തിൽ അരുന്ധതി ചോദിച്ചു. ഏട്ടൻ വന്നിട്ടുണ്ട്. അമ്മയെപ്പോലെ തന്നെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അവരുടെ കാലിനടുത്തായി വെറും നിലത്തിരുന്നു കൊണ്ട് മനു പറഞ്ഞു. കാശി മോനെ. വാതുക്കലും മുറിയിലുമായി നിറഞ്ഞു നിൽക്കുന്നവർക്കിടയിൽ കണ്ണുകൾ പായിച്ചുകൊണ്ട് അരുന്ധതി കൊതിയോടെ വിളിച്ചു. ഈ അടുത്ത കാലത്ത് 1-2 തവണ ശിവേട്ടനും മനുവിനുമൊപ്പം വീട്ടിലേക്ക് വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ. അന്നൊരിക്കൽ വന്നപ്പോൾ സ്നേഹത്തോടെ തന്നെ നോക്കിയിരുന്ന ഓർമ്മ ഇപ്പോഴും അരുന്ധതിക്കുണ്ടായിരുന്നു. ചികിത്സയ്ക്കായി ഇങ്ങോട്ട് വരാൻ നിർബന്ധിച്ചതൊക്കെ എപ്പോഴും ഓർമ്മയിലുണ്ടായിരുന്നു. 3 മാസം പ്രായമുള്ളപ്പോൾ ഒരു അപകടത്തിൽ താനും അവനും പിരിഞ്ഞു പോയതാണ് എന്നും അന്നും തൻ്റെ വയറ്റിൽ മനു ഉണ്ടായിരുന്നു എന്നും ഞാൻ ശിവേട്ടൻ്റെ കയ്യിൽ വന്നു പെട്ടെന്നുമൊക്കെ സ്വാമി പറയുമ്പോൾ വിശ്വസിക്കാനായില്ല. ഇപ്പോൾ ആ മകനെ നൊന്തു പ്രസവിച്ച എൻ്റെ മൂത്ത മകനാണ് അവനെന്ന് അറിഞ്ഞു കാണാൻ പോവുകയാണ്. മോനെ. കാശി. വിങ്ങിപ്പൊട്ടി വിളിച്ചുകൊണ്ട് വേദനയോടെ വീണ്ടും അവരൊക്കെ നിൽക്കുന്നിടത്തേക്ക് നോക്കി അരുന്ധതി. ചെല്ല് കാശി. നിന്റെ അമ്മ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? സ്വാമിക്ക് പിന്നിൽ ചുവരിൽ ചാരി നിറമിഴികൾ അടച്ചു നിൽക്കുന്നവനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇസ്മായിൽ അലിവോടെ പറഞ്ഞു. വാ കാശിയേട്ടാ. അപ്പു അവനെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് നടത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വരാം, ഞാൻ വരാം. ഇരു കൈകൊണ്ട് മുഖവും കണ്ണും അമർത്തി തുടച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അരുന്ധതിക്ക് അടുത്തേക്ക് നടന്നു. മോനെ, അമ്മ അറിഞ്ഞില്ലല്ലോ കുഞ്ഞെ. നിന്നെ മാത്രം എന്നിൽ നിന്ന് ഒളിപ്പിച്ചത് എന്തിനാ ദൈവമേ? ഞങ്ങളിൽ നിന്ന് അവനെ ഒരുപാട് ദൂരെ ആക്കിക്കളഞ്ഞത്. ഒരമ്മയ്ക്കും ഇനി ഈ അവസ്ഥ വരരുത്. തനിക്കരികിലേക്ക് പതിയെ നടന്നു വരുന്നവനെ കൊതിയോടെ നോക്കിയിരുന്ന അവർ അവനെ അടുത്തു വന്നതും കയ്യിൽ പിടിച്ചു ചോദിച്ചുകൊണ്ട് ആ കൈകളിൽ ഉമ്മ വെച്ച് അവർ ആർത്തു കരഞ്ഞു. കരയല്ലേ അമ്മേ. ഇനി കരഞ്ഞ് സങ്കടപ്പെടല്ലേ. ഞാനിപ്പോൾ വന്നില്ലേ. ഇപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളെ രണ്ടാളെയും കിട്ടിയില്ലേ. ഇനി അമ്മയ്ക്കൊപ്പം ഞങ്ങൾ സന്തോഷത്തോടെ കഴിയണം. മനുവിനൊപ്പം നിലത്തേക്കിരുന്ന് അവരുടെ മടിയിൽ തലചായ്ച്ചു വെച്ചുകൊണ്ട് കാശി പറഞ്ഞു. അമ്മ കൂടെയില്ലാതെ എൻ്റെ പൊന്നുമോൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേടാ വാവേ? 2 മക്കളെയും ഒരുപോലെ തലോടിക്കൊണ്ട് അരുന്ധതി കാശിയോട് തിരക്കി. ആ നിമിഷങ്ങളിൽ കാശിയുടെ മനസ്സിൽ ഓർമ്മ വെച്ച കാലം മുതൽ ജന്മം തന്നവനിൽ നിന്ന് അനുഭവിച്ച അവഗണനയും മറ്റുള്ളവരുടെ പരിഹാസവും അതൊക്കെ കേട്ട് ഈ അമ്മയെ വെറുത്തതുമൊക്കെയായിരുന്നു. കാശി വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ ഇരു കൈകൊണ്ടും ചുറ്റിപ്പിടിച്ചു മനസ്സിൽ 1000 വട്ടം ആ അമ്മയോട് അവൻ മാപ്പ് പറഞ്ഞു. കരയിലെ മോനെ. അമ്മയുടെ കുഞ്ഞുങ്ങളെ വിട്ട് അമ്മ ഇനി ഒരിടത്തും പോവില്ല. മനുക്കുട്ടനെ ഏട്ടത്തിയും ഏട്ടനും ഒരു കുറവും അറിയിക്കാതെ വളർത്തിയത് ഞാൻ കണ്ടതല്ലേ. അമ്മയാണെന്ന് അവനും മകനാണെന്ന് എനിക്കും അറിയില്ലായിരുന്നുവെങ്കിലും ഒരമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ മകനായി തന്നെയാണ് ഞാനും അവനെ സ്നേഹിച്ചത്. പക്ഷേ എൻ്റെ പൊന്നുമോൻ മാത്രം ഒറ്റപ്പെട്ടു പോയില്ലേ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇനി എൻ്റെ കുഞ്ഞിനോട് എന്ത് പ്രായശ്ചിത്തം ചെയ്താലാണ് ദൈവമേ അതിനൊക്കെ പരിഹാരമാവുക? കാശിയുടെ തലയിൽ അരുമയോടെ തലോടിക്കൊണ്ട് അവർ കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും വേണ്ട അമ്മ. ഇനി അങ്ങനെ സങ്കടപ്പെട്ട് കരയാതെ ഇരുന്നാൽ മതി. ഇനിയെന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടായാൽ മതി. കാശിയെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് മനു പറഞ്ഞു. അമ്മ ഇനി എന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. അരുന്ധതി ഇരുവരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുകർന്നുകൊണ്ട് പറഞ്ഞു. അമ്മ ഉമ്മ വച്ചതോടെ കാശിക്ക് ശരിക്കും സങ്കടം വന്നു പോയി. എങ്കിലും അരുന്ധതിക്ക് വിഷമം തോന്നിയാലോ എന്നോർത്ത് അവൻ പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചിരുന്നു. അവരാവട്ടെ തൻ്റെ മക്കളെ കൊതി തീരാതെ തൊട്ടും തലോടിയുമിരുന്നു. അത്തമ്മേ നാനോ? കണ്ണൻ്റെ ഉച്ചത്തിലുള്ള വിളിയും ഞാനോ എന്നുള്ള ചോദ്യവുമാണ് മൂവരെയും അവരുടേതായ ലോകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. വാടാ കുഞ്ഞെ. അച്ചമ്മയുടെ കുഞ്ഞ് ഇങ്ങ് വായോ. ഇടത് കൈ നീട്ടി അവർ അവനെയും വിളിച്ചതും തത്തിപ്പൊക്കി ചെക്കൻ അവരുടെ അടുത്തെത്തി. കാശി അവനെ പൊക്കിയെടുത്ത് അരുന്ധതിയുടെ മടിയിൽ വെച്ചു കൊടുത്തു.
കണ്ണൻ്റെ കവളിൽ ചുണ്ടു ചേർത്ത് മുഖമുയർത്തിയ അരുന്ധതി അല്പം മാറി പുഞ്ചിരിയോടെ നിൽക്കുന്ന അപ്പുവിനെ കണ്ട് കണ്ണുകൾ വിടർത്തി നോക്കി. സ്വാമി പറഞ്ഞിരുന്നല്ലോ കാശിയുടെ പെണ്ണ് വൈദേഹിയുടെ മകളാണ് എന്ന്. ഐഷുമ്മ ബാക്കി ബന്ധങ്ങളും പറഞ്ഞു തന്നിരുന്നല്ലോ. മോളെന്താ അമ്മായിയുടെ അടുത്ത് വരാതെ മാറി നിൽക്കുന്നേ? പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവർ അപ്പുവിൻ്റെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി. മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് അത്രയേറെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പു, അങ്ങോട്ട് ചെല്ലും മോളെ നീ. അതുപോലെ അനുമോളെ നീയും, പിന്നെ ശിവൻചേട്ടനും. ഇസ്മായിൽ തന്നെ എല്ലാവരെയും അരുന്ധതിക്ക് അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ആ അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമകനും ജന്മം കൊണ്ടല്ലാതെ കൂടപ്പുറപ്പായവനുമൊക്കെ ചേർന്ന് ആ കുടുംബം പൂർത്തിയായപ്പോൾ അവരെ ദ്രോഹിച്ച ഹേമയുടെ കുടുംബം ഓരോരുത്തരും ഓരോ വഴിയായി തകർന്നു തുടങ്ങുകയായിരുന്നു.